നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. തീരസുരക്ഷ ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള സമരത്തിന്റെ പ്രചരണാർത്ഥം നടന്ന വിളംബര ജാഥയിൽ പ്രതിഷേധം വിരമ്പി. തീരസുരക്ഷ ആവശ്യപ്പെട്ട് സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി, ആലപ്പുഴ രൂപതകളിലെ വൈദികർ തോപ്പുംപടി BOT ജംഗ്ഷനിൽ നടത്തുന്ന ഉപവാസ സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര ജാഥയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധം വിരമ്പിയ ജാഥയിൽ സുരക്ഷിത കടൽഭിത്തി യാഥാർത്ഥ്യമാകുന്നതുവരെ സമരം തുടരാൻ ജനങ്ങൾ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് നടത്തിയ സമ്മേളനം കെയർ ചെല്ലാനം കൊച്ചി കൺവീനർ ടി എ ഡാൽഫിൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷെയ്ജു പരിയാത്തുശ്ശേരി അധ്യക്ഷത വഹിച്ചു. റവറൻ ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. റവറൻ ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരി, കണ്ണമാലി ക്രിസ്തുരാജ പള്ളി വികാരി റവറൻ ഫാദർ ആന്റണി വാലയിൽ, പ്രക്ഷോഭ സമിതി കൺവീനർ ഫാദർ ആന്റണി കുഴിവേലി, റവറൻ ഫാദർ മാക്സൻ കുറ്റിക്കാട്, കെയർ ചെല്ലാനം കൊച്ചി മൂവ്മെന്റ് കോർഡിനേറ്റർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പഴച്ചിക്കൽ, സോണി പവേലി, സോഫി രാജു എന്നിവർ പ്രസംഗിച്ചു. 20-ന് BOT ജംഗ്ഷനിൽ രാവിലെ 10 മുതൽ ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികർ ഉപവസിക്കും. വൈകിട്ട് 3-ന് സാന്തോം ജംഗ്ഷനിൽ നിന്നും പള്ളുരുത്തിയിൽ നിന്നും ആരംഭിക്കുന്ന ഐക്യദാർഢ്യ റാലികൾ ഉപവാസ പന്തലിൽ സമാപിക്കും. സമാപന സമ്മേളനം കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.